നമസ്കാരം. ഉണ്ണി മുകുന്ദനെ വെച്ച് ആരെങ്കിലും സിനിമ ചെയ്യുമോ? ഇതാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ നിർമ്മാതാവിനോട് പലരും ചോദിച്ചിരുന്ന ചോദ്യം. സാം ജോർജ് എബ്രഹാമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഗെറ്റ് സെറ്റ് ബേബി ഫെബ്രുവരി 21 റിലീസാവാനിരിക്കെ ഈ ചിത്രത്തിന് ഏകദേശം 15 മാസത്തോളമായി അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ പ്രീയും പോസ്റ്റും എല്ലാ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഏകദേശം 15 മാസത്തോളമാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴായി നേരിടേണ്ടി വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, ആരെങ്കിലും ഉണ്ണി മുകുന്ദനെ വെച്ച് സിനിമ ചെയ്യുമോ? ഉണ്ണി മുകുന്ദൻ്റെ ഒരു ചിത്രത്തിന് ഇത്രയധികം ബഡ്ജറ്റോ? അങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇതിൻ്റെ നിർമ്മാതാവായ സാം ജോർജ് എബ്രഹാം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് തന്നെ പോകാം. ഉണ്ണി മുകുന്ദനുമായി ഗെറ്റ് സെറ്റ് ബേബിയുടെ കോ പ്രൊഡ്യൂസറായി കഴിഞ്ഞ 15 മാസത്തെ യാത്ര. ഫെബ്രുവരി 21 എൻ്റെ ആദ്യ സിനിമാ സംരംഭമായ ഗെറ്റ് സെറ്റ് ബേബി റിലീസിനൊരുങ്ങുന്നു. സിനിമയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ സിനിമാ സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ നേരിട്ട കുറേയേറെ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യുന്നു? ഉണ്ണിയെ വെച്ച് ആരെങ്കിലും സിനിമ ചെയ്യുമോ? ഉണ്ണിയുടെ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റോ? ഉണ്ണിയുടെ രാഷ്ട്രീയം ശരിയല്ല, അത് സിനിമയെ സാരമായി ബാധിക്കും. ഉണ്ണി ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല, ഒന്നിനെയും പിന്തുണയ്ക്കുകയുമില്ല. ഉണ്ണിക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും, അത് സിനിമയെ വല്ലാതെ ബാധിക്കും. അവസാനം നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ കുറേയേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ആശങ്കകളുമായാണ് ഈ പ്രോജക്റ്റിലേക്ക് കടന്നത്. കഴിഞ്ഞ 15 മാസത്തെ എൻ്റെ ഈ സിനിമയിലുള്ള യാത്രയിൽ എനിക്ക് ഉണ്ണി മുകുന്ദനെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ മുകളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമെന്ന് ഞാൻ കരുതുന്നു. ഉണ്ണി മുകുന്ദൻ ഒരു ജെം ഓഫ് എ പേഴ്സണാണ്. ആ ഉറച്ച മസിലുകളിലും വലിയ ബോഡിയുടെ പിന്നിൽ വളരെ സിമ്പിൾ, ഹമ്പിൾ, ക്യൂട്ട്, എല്ലാവർക്കും പ്രിയപ്പെട്ട അടുത്ത വീട്ടിലെ നമ്മുടെ ഒരു സ്വന്തം പയ്യൻ എന്നൊരു വ്യക്തിത്വമുണ്ട്. അത് ഉണ്ണിയുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചാൽ അത് മനസ്സിലാകും. ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണം ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ്. ഈ ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയാത്തതും അതുതന്നെയാണ്. ശരിക്കും ഡൗൺ ടു എർത്ത് ആണ്. ഷൂട്ടിങ്ങിനിടയിൽ പലതവണ കാര്യങ്ങൾ കൈവിട്ടു പോയ സന്ദർഭങ്ങളിൽ ഒരു താരചാടയില്ലാതെ വന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. ആ ചേർത്ത് പിടിക്കലിൽ മനസ്സിലെ ആശങ്കകൾ ഒഴിഞ്ഞ് എന്ത് നേരിടാനുള്ള പോസിറ്റീവ് എനർജി ലഭിക്കും. അതാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണവും. ഇത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ മാതാപിതാക്കൾ ഉണ്ണിയെ വളർത്തിയ രീതിയുടെ ഗുണമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബിയിൽ ഉണ്ണി പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമ്മൾ സിൻസിയറായി വർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഉണ്ണിയെ മലയാള സിനിമയിൽ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം അദ്ദേഹം പോസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും കൂടി അദ്ദേഹം ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാരണം ആ ഇംഗ്ലീഷ് വേർഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉണ്ണി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം പാൻ ഇന്ത്യൻ രീതിയിലേക്ക് ആ സിനിമ മാറുകയും ചെയ്തു. ആ സിനിമയ്ക്ക് വലിയ രീതിയിൽ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ സ്റ്റേറ്റിൻ്റെ ബൗണ്ടറീസ് ഒക്കെ കടന്നുകൊണ്ട് എല്ലായിടത്തും സംസാര വിഷയമായ സിനിമ മാറുകയും ചെയ്തതാണ്. അപ്പോൾ OTT വന്നതിന് ശേഷവും ആ സിനിമ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്തിരുന്നു. അഡൾട്രേറ്റഡ് സിനിമയായിരുന്നു. തിയേറ്ററിലേക്ക് 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ OTTയിലും കൂടെ വരുമ്പോഴേക്കും കുറച്ചുകൂടി ആളുകളിലേക്ക് ഈ സിനിമ എത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഒരു കോളിളക്കമൊക്കെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ആ ട്രാക്കൊക്കെ മാറ്റിക്കൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി 21 ഗെറ്റ് സെറ്റ് ബേബി റിലീസിന് ഒരുങ്ങുകയാണ്. ഉണ്ണി മുകുന്ദൻ ഒരു ഡോക്ടറായിട്ടാണ് എത്തുന്നത്, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് ആ ചിത്രത്തിൽ എത്തുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദനെ വെച്ച് സിനിമകൾ ചെയ്യുന്ന ഒരു നിർമ്മാതാവ് നേരിടേണ്ടി വന്ന ചോദ്യമാണിത്. ഇപ്പോൾ എന്തായാലും ആ ചോദ്യം സാം ജോർജ് എബ്രഹാമിന് നേരെയോ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് നേരെയോ ചോദിക്കില്ല. കാരണം അത്രമേൽ സെൻസേഷനായി മലയാള സിനിമയിൽ അടുത്ത കാലത്ത് ഇറങ്ങിയിൽ വെച്ച് ഏറ്റവും വലിയ ഹിറ്റായി മാർക്കോ മാറുകയും ചെയ്തു. അപ്പോൾ മാർക്കോയ്ക്ക് മുന്നേ ആയിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിർമ്മാതാവ് തനിക്ക് നേരിടേണ്ടി വന്ന ഈ ചോദ്യങ്ങളെക്കുറിച്ചും പറയേണ്ടി വരുന്നത്. കാരണം അതിന് മുന്നേ ഒരുപാട് പേര് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് മാർക്കോയുടെ ഷൂട്ടിംഗ് നടക്കുകയാണെന്നതും കൂടി ഓർക്കണമല്ലോ. കാരണം അത്രയും വലിയൊരു 30 കോടി ബഡ്ജറ്റിലേക്കാണ് ആ സിനിമ വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിർമ്മാതാക്കളുടെ കണക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഏകദേശം 30 കോടി രൂപയുടെ ബഡ്ജറ്റിലാണ് മാർക്കോ റിലീസിനെത്തിയത്. ആ സിനിമയ്ക്ക് മേൽ വെച്ചിരുന്ന കൺവിക്ഷൻ, സംവിധായകൻ ഹനീഫ് അദീനി, നായകനായ ഉണ്ണി മുകുന്ദൻ, നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ്, ഇവരെല്ലാവരും വെച്ചിരുന്ന ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ, ആ കൺവിക്ഷനിൽ നിന്ന് ആണ് മാർക്കോ ഇത്ര വലിയ ജനപ്രിയ ചിത്രമായി മാറുകയും ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഗെറ്റ് സെറ്റ് ബേബി മാറുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. എന്തായാലും ഒരു നിർമ്മാതാവ് എന്നോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഇന്ന നടനെ വെച്ച് സിനിമ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർ ഉടനടി തന്നെ ഉത്തരം കൊടുക്കുന്നത് മറ്റ് ചിത്രത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ആയിരിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്കോ. ഫെബ്രുവരി 21 ഗെറ്റ് സെറ്റ് ബേബി റിലീസിന് ഒരുങ്ങുകയാണ്.